ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 80ാമത്തെയും 81ാമത്തെയും ദിവസം തീർച്ചയായും വളരെയധികം വിവാദപരമായ 2 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ കർത്താവ് എന്ന് പറയുന്നത് നെവിനാണ്, കർമ്മം അനുമോളും ഷാനവാസുമാണ്, ക്രിയ പാലഭിഷേകവും ജലാഭിഷേകവുമാണ്. പക്ഷേ ഈ 2 ദിവസത്തെയും എപ്പിസോഡുകളെ നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്കൊന്നും കണ്ണിച്ചോരയില്ലേ, ഒരു മനുഷ്യനിങ്ങനെ കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. പക്ഷേ ഇത് നമ്മൾ കണ്ണിച്ചോര ഉണ്ടാകേണ്ട വിഷയമല്ല. ദിസ് ഇസ് എ ഗെയിം. ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെയും അയാളെ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിച്ച ഉത്സാഹ കമ്മിറ്റിയുടെയും ഭാഗത്തുണ്ടായ ഒരു വലിയ മിസ്റ്റേക്കാണിത്. മാത്രമല്ല, നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളേക്കാൾ കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ട മറ്റ് ചില ആളുകൾ ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതിശക്തമായ PR-ൻ്റെ ഭാഗമായിട്ടും പിന്നെ ജെൻഡർ കാർഡ് അതിവിദഗ്ധമായി പ്ലേസ് ചെയ്യുകയും അത് കുറേയൊക്കെ സക്സസ് ആവുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥ പ്രതികളെക്കുറിച്ച് ഇവിടെ ചർച്ചകൾ ഉണ്ടാവാത്തത്. എന്തായാലും 80-81 ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഡിസ്കഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദിലയും നൂറയും സാബുമാനും ഷാനവാസുമാണ് അവിടെ ഒരുമിച്ചുള്ളത്. ബെഡ്റൂമിൽ വെച്ചിട്ടുള്ള ഡിസ്കഷനാണ്. ആര്യൻ വന്ന് ജോലി ചെയ്യണം എന്നുള്ള കാര്യം ആദിലോട് പറയുന്നു. ആദില ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യേണ്ടതാണ്, കുളിക്കുമ്പോൾ ക്ലീൻ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ ആര്യൻ തിരിച്ചു പറയുന്നത് ആ ഡോറിൻ്റെ സൈഡിലൊക്കെ പൂപ്പലുണ്ട്, പുള്ളി പ്യൂപ്പൽ എന്നാണ് പറയുന്നത്. എന്തായാലും ആ പൂപ്പലൊക്കെ തുടച്ച് വൃത്തിയാക്കണമെന്ന് പറയുമ്പോൾ ആദിലയുടെ എടുത്തടിച്ച ഡയലോഗ് അക്ബറിന് കിടന്ന് ഉരുളാനായിരിക്കും എന്നുള്ളതാണ്. ബാത്റൂം വൃത്തിയാക്കുന്നത് അവിടെ ആരെങ്കിലും കിടന്ന് ഉരുണ്ട് കളിക്കാനോ അവിടെ ഫുട്ബോൾ കളിക്കാനോ ഒന്നുമല്ല, അത് വൃത്തിയായി വെക്കുക, അത് ഹൈജീൻ്റെ ഭാഗമാണ്. ഇതിനു മുമ്പ് അനീഷ് ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് വെസൽ ക്ലീൻ ചെയ്ത് വെക്കാൻ പറയുമ്പോഴും ആദില സിമിലർ ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ക്ലീൻ ചെയ്യും, പറ്റുമ്പോഴേ ചെയ്യൂ. നൂറ അത് വളരെ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഷാനവാസ് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു എപ്പിസോഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ ഫിസിക്കലി വളരെ ടയേർഡാണ്. പക്ഷേ ഈ കോൺവെർസേഷനിൽ അയാൾ ആദിലോടും നൂറയോടും സാബുമാനോടും ഒക്കെ പറയുന്നത് മാക്സിമം ടാർഗറ്റ് ചെയ്തേക്കണം, നന്നായിട്ട് ചൊറിഞ്ഞു എന്നാണ്. അങ്ങനെ ചൊറിഞ്ഞോ, ഇറിറ്റേറ്റ് ചെയ്തോ, ടാർഗറ്റ് ചെയ്തോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൂടെ കൊണ്ടു നടക്കുന്നത് ഷാനവാസിക്ക തന്നെയാണ്. അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സമയത്ത് പോലും ഷാനവാസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ഹെൽത്ത് ഇഷ്യൂസ്, പുള്ളിക്കൊക്കെ അവർക്കൊക്കെ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, അപ്പോൾ അവർക്കത് എങ്ങനെയെങ്കിലും ബാധിക്കപ്പെടുമോ എന്നൊന്നും പുള്ളി ആലോചിക്കുന്നില്ല. സ്വന്തം ഹെൽത്തിനെ കുറിച്ചും ഇവിടെ ചിന്തിക്കുന്നില്ല. പുള്ളി ചിന്തിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, പുള്ളിയുടെ പെങ്ങളൂട്ടിമാർ, നമ്മൾ ഈ കെയറേട്ടായി എന്ന് പറയുമ്പോൾ ആ കെയർ അനുഭവിക്കുന്ന അനിയത്തി കുട്ടികളെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? സേ ഫോർ എക്സാമ്പിൾ ക്യൂട്ടിക്കൂറാസ് എന്ന് പറയാവുന്ന. അപ്പോൾ ഇവിടുത്തെ കുട്ടിക്കൂറകൾ 2 പേരും അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഷാനവാസ്ക നിങ്ങൾക്ക് വയ്യാത്തതാണ്, ഞങ്ങൾ വെറുപ്പിച്ചോളാം, ഞങ്ങൾ ചൊറിഞ്ഞോളാം, നിങ്ങളധികം എക്സേർട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. എന്തായാലും 80ാമത്തെ ദിവസം രാവിലെ നടക്കുന്ന ആ വഴക്ക്, അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് തലേ ദിവസമാണ്. തലേ ദിവസം വളരെ ഫിസിക്കലി ഒത്തിരി സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക്കാണ് 79ാം ദിവസം രാത്രി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ടാസ്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയ കിച്ചൺ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാവുന്ന അവരുടെ തെറ്റ് തന്നെയാണത്. 2 നേരമേ അവർ ഫുഡ് കൊടുത്തുള്ളൂ, രാത്രിയിലെ ഫുഡ് കൊടുത്തിട്ടില്ല. ആര്യൻ, നെവിൻ, അക്ബർ ഇവർ 3 പേരും ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റൻസാണ്, അതുപോലെ കിച്ചൺ ടീമിലെ അംഗങ്ങളാണ്. ഇവർ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പല ആളുകളും രാത്രി 6 മണിക്ക്, ഇപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് രാത്രി 6:30 ഫുഡ് കിട്ടി, അത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുകയാണ് ചെയ്തത്, രാത്രിയിലത്തെ ഫുഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇവരാരും രാത്രിയിലെ ഫുഡ് വേണമെന്ന് കിച്ചൺ ടീമിനോട് പറഞ്ഞിട്ടില്ല എന്ന് പിന്നീടുള്ള കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിൻ്റെയൊക്കെ പുറകെ നടന്ന് കെഞ്ചണോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട് കെഞ്ചോ ഒന്നും വേണ്ട, പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അവർക്ക് പറയാമായിരുന്നു. ഇനി അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് 3 നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത് കിച്ചൺ ടീമിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് മരുന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ മരുന്ന് കഴിക്കുന്ന ആളുകളുള്ളതല്ലേ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് മൊത്തത്തിൽ ബാധിക്കപ്പെടുന്ന ഒരു വിഷയവും കൂടിയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ 8:10 ആകുമ്പോൾ നൂറയുടെ ഷോ ആരംഭിക്കുകയാണ്. കാരണം തലേ ദിവസം രാത്രി ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് വയറ്റിൽ നിറയെ ഗ്യാസ് ആയിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല, രാവിലെ നേരത്തെ ഫുഡ് വേണം. സമയം 8:10 ആയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ബിഗ് ബോസ് ഹൗസിൽ 10 മണിക്ക് മുമ്പൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്തായാലും കിച്ചൺ ടീമൊക്കെ ഉണർന്ന് എണീറ്റ് വന്ന് 8 മണിക്ക് ഫുഡിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ച് ഒരു 10 മണിയാകുമ്പോഴേക്കും ഫുഡ് കിട്ടും. ഷാനവാസ് അടക്കം ഇതിനു മുമ്പ് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുമെന്നുള്ളത്. പക്ഷേ നൂറൊക്കെ 8:10 ആയപ്പോൾ ഫുഡ് വേണം. ഇന്നലെ രാത്രി ഫുഡ് കിട്ടാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ ഫുഡ് വേണം. ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ അറിയിക്കുക എന്നുള്ളതാണല്ലോ അവർ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ രാവിലെ വന്ന് എനിക്ക് വയറ്റിൽ ഗ്യാസ് കയറി, ഇനി ഞാൻ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹെൽത്ത് കാർഡ് ഇറക്കുകയാണ് നൂറ അവിടെ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഹെൽത്ത് കാർഡ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നൂറ അതിനെ അഡ്രസ്സ് ചെയ്ത രീതിയാണ്. അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കത് ബിഗ് ബോസിനെ അറിയിക്കാമായിരുന്നു. അല്ലെങ്കിൽ അവരോട്, ഈ പറയുന്ന കിച്ചൺ ടീം അംഗങ്ങളോട് ഇനി ഇതൊക്കെ പോട്ടെ, വാശിപ്പുറത്ത് ഞാനിപ്പോൾ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വെല്ലുവിളിച്ച് കുക്ക് ചെയ്യാൻ കയറുന്ന നൂറയ്ക്ക് താൻ ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ, ഇപ്പം ഗ്യാസ് കയറുക എന്നൊക്കെ പറയുന്നത് ചില ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൻ്റേതായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്യാമായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് വെല്ലുവിളിച്ച് അവിടെ ഇരിക്കുന്ന പഴവർഗ്ഗങ്ങൾ എടുത്ത് കഴിക്കുന്ന നൂറയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട്
ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിട്ടും രാവിലെ 8 മണിക്ക് എണീറ്റ് 8:10 ഭക്ഷണം കിട്ടണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതിനെ നമുക്കൊരു ഹെൽത്ത് കാർഡായിട്ടേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും കിച്ചൺ ടീം അവരുടെ ജോലി ചെയ്യുന്നില്ല, തോൽവി ക്യാപ്റ്റന്മാർ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആര്യൻ ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഫ്ലോർ ടീമിൻ്റെ ജോലി എവിടെ എത്തി എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫ്ലോർ ഒന്നും വൃത്തിയല്ല എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഫ്ലോർ ടീമിൻ്റെ ജോലിയല്ല, ഇവിടെ കിച്ചൺ ടീമാണ് ജോലി കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഞങ്ങളുടെ ജോലി ഞങ്ങൾ തോന്നിയ സമയത്ത് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ആ സമയത്തും അതിനുശേഷമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയുള്ള മറ്റൊരു ടീമിനും ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കിച്ചൺ ടീം മാത്രം അങ്ങനെയല്ല എന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ്? എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുകയും അവർക്ക് കിട്ടുന്ന ടാസ്കുകൾ തീർക്കുകയും അതിലൂടെ പോയിന്റ്സ് സ്വന്തമാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് കഴിച്ച് അങ്ങനെ അത് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കിച്ചൺ ടീമിലുള്ളവരൊക്കെ അഹോരാത്രം പണിയെടുത്ത് 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം, ബാക്കിയുള്ളവർ തോന്നിയ പോലെ ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് ഒരു ഫിസിക്കൽ ടാസ്കിൽ സാബുമാൻ പറഞ്ഞ ഡയലോഗാണ്. ആദ്യത്തെ ടാസ്കിലാണെന്ന് തോന്നുന്നു. പുള്ളി പറയുന്നത് ഞാൻ ആ ചപ്പാത്തി വരത്തി എൻ്റെ എനർജി കളയണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട ആ എനർജി ഫിസിക്കലി എക്സേർട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് വന്ന സമയത്ത് അയാൾക്ക് നഷ്ടമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അപ്പം ഇത് തന്നെ കിച്ചൺ ടീമിലുള്ളവരും ചിന്തിക്കില്ലേ? നെവിൻ അതിനുശേഷം പറയുന്നുണ്ട് ഒരു കറി കൊടുത്താൽ മതി എന്നുള്ളത്. കാരണം ബാക്കി എല്ലാവരും പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് അവരുടെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവർക്ക് എല്ലാവിധ മുൻഗണനകളും ടാസ്കിൻ്റെ സമയത്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ കിട്ടുന്നു. കിച്ചൺ ടീം 3 നേരം ഭക്ഷണം ഉണ്ടാക്കി തളർന്ന് കുത്തിപ്പോയിരുന്ന് ടാസ്ക് ചെയ്യുന്നു. അത് എവിടുത്തെ ന്യായമാണ്? ഇപ്പോൾ പണിയെടുക്കുകയാണെങ്കിൽ എല്ലാവരും കൃത്യസമയത്ത് അവനവൻ്റെ പണി കൃത്യമായി ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കിച്ചൺ ടീമിലുള്ള ക്യാപ്റ്റന്മാരായ 3 പേരെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ജോലികളൊന്നും ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന ഷാനവാസൊക്കെയും അത് ഓടി നടന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആദില നൂറമാരെയും അനുമോളയുമാണ്. ഇതിനിടയിൽ ആദിലയും അനുമോളും ഒക്കെ കൂടിയുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. ആക്ച്വലി അവിടെ സാബുമാൻ നിൽപ്പുണ്ട്. സാബുമാനെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് പോലും സംശയം തോന്നുന്നുണ്ട്. കാരണം നോമിനേറ്റ് ചെയ്യുമ്പോൾ ടാസ്ക് നോക്കി ചെയ്യരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ആളുകൾ എങ്ങനെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് അനുമോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള കാര്യവുമല്ല. എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ടതാണ്. പക്ഷേ ഇവർ ഈ നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവിടെയാണ്. ഇവിടെ 3 കിച്ചൺ ക്യാപ്റ്റന്മാരുള്ളതിൽ നെവിനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിടിയാലെ നിൽക്കുന്നത്. ആര്യനും അക്ബറും കുറച്ചും കൂടി ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ ഇടയ്ക്കിടയ്ക്ക് പറത്ത് വിടാറുണ്ട്. അവരും ട്രിഗറായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ബട്ട് സ്റ്റിൽ അവരാണ് കുറച്ചും കൂടി സമാധാനപരമായ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ രാവിലത്തെ ബഹളമൊക്കെ നടന്നതിന് ശേഷം ആര്യൻ ചെന്ന് ആദിലോടും നൂറയോടും സംസാരിക്കുന്ന സമയത്ത് നീ പറഞ്ഞതൊക്കെ, പക്ഷേ ബാക്കി 2 പേരും പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് ആര്യനോട് വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്ന ആദിലയും നൂറയാണ് നമ്മൾ കാണുന്നത്. അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്കൊതൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇവർ സംസാരിക്കുക. നമുക്കതിൽ മനസ്സിലാവുന്ന നാളെ ആര്യൻ ഔട്ടായി പോയി കഴിഞ്ഞാലും ആര്യൻ്റെ വോട്ട് നമുക്ക് കിട്ടണം. കാര്യം ആര്യനോട് നമ്മൾ നല്ല രീതിയിൽ നിന്നു എന്നുള്ളൊരു സംഭവം കാണിക്കണമല്ലോ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആര്യന് പകരം അക്ബറാണ് ഇവരോട് വന്ന് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഷാനവാസ് ഇല്ലെങ്കിൽ ആദിലയും നൂറയും അക്ബറിനോട് സമാധാനപരമായി തന്നെ സംസാരിക്കും. ഇനി അക്ബറിന് പകരം നെവിൻ വന്നു കഴിഞ്ഞാൽ അയാളോടും ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ സംസാരിച്ചേക്കും. ഇവർക്ക് എത്രത്തോളം വോട്ട് കിട്ടാൻ പറ്റുമോ ആ രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ബാക്കി ഇവരുടെ ഷൗട്ടിങ്, ഇവരുടെ ടാർഗറ്റിംഗ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവരിപ്പോൾ ഷാനവാസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അക്ബറിനെ ടാർഗറ്റ് ചെയ്യുക, അനുമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നെവിനെ ടാർഗറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈ അനുമോളും ഷാനവാസും ഇല്ലാത്തപ്പോൾ ഇവരുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാണ് നെവിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കറിയേ കൊടുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. ആ സമയത്ത് അനുമോൾ അതിനെതിരെ അതിശക്തമായി എതിർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി അതിൽ ചോദ്യം ചെയ്യാൻ അനുമോൾക്ക് എന്താണ് റൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അനുമോൾ പണ്ട് ദോശ ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ എല്ലാവർക്കും ഒരു ദോശ മതി, ചുമ്മാ AC-യുടെ ചോട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കാനല്ലേ, അത്രയൊക്കെ മതി. ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കില്ല, ഇവന്മാർക്കൊക്കെ കിട്ടിയത് കൂടിപ്പോയതിൻ്റെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഇതേ അനുമോളാണ് നെവിൻ കറികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്. മാത്രമല്ല ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുമ്പോൾ ഇവർ ഈ അടുക്കളയിൽ നിന്ന് 2 കറി 3 കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടാസ്കിന് വിളിക്കുന്ന സമയത്ത് അവർക്ക് എനർജി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാവുന്ന ഒരു വലിയ കുറവല്ലേ. അത് കഴിഞ്ഞ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുകയാണ്. ആ ടാസ്കിൽ ആദ്യം ഔട്ടാവുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളെ പന്ത് വെച്ച് എറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഷാനവാസ് ആദ്യം തന്നെ ടാസ്കിൽ നിന്ന് സ്വയം എക്സിറ്റ് ആവുകയാണ്. അയാൾ തോറ്റുപോയതോ അല്ലെങ്കിൽ പിടിച്ചു നിന്നോന്നും അല്ല, പൗഡർ ഒന്നും ദേഹത്ത് വീഴാത്ത രീതിയിൽ ഇത് ഞാൻ വിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി പ്ലാൻ ചെയ്ത് അയാൾ വിട്ടതാണ്. അതിൽ തന്നെ വ്യക്തമാണ് അയാൾ ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു ശാരീരിക അവസ്ഥയിലാണുള്ളതെന്ന്. ഇതിനു മുമ്പുള്ള ടാസ്കുകളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അയാൾ പന്തെടുത്ത് എറിയുന്നുണ്ട്. ആ എറിയലിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കഷൻ. ആദിലയും നൂറയും സാബുമാനും കൂടി ഇരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് അക്ബറിനൊക്കെ നല്ല ഏറ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അത് ഒരു സങ്കടത്തോടുകൂടി അയ്യോ അക്ബറിനൊക്കെ നല്ല ഏറ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. അവനത് കിട്ടണമായിരുന്നു, ഞാനും എൻ്റെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് കളിക്കണം മക്കളെ എന്നുള്ള ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഷാനവാസ് അക്ബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അക്ബറിൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചോ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചോ, ഇനി ആ ഏറ് വല്ലതും മാറിക്കൊണ്ട് അക്ബറിന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ എന്ന് പറയുന്ന ചോദ്യമൊന്നും ഇവിടെ PR ടീം ചോദിക്കില്ല. എന്തായാലും ഷാനവാസ് ടാർഗറ്റ് ചെയ്ത് ഫിസിക്കലി
മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. ഈ ടാസ്കിനിടയിലാണ് നെവിൻ അവർക്ക് ഈ പന്ത് എറിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ നിന്ന് മാറി നിന്ന് എറിയൊക്കെ ചെയ്തത്. അങ്ങനെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണിംഗ് ഒക്കെ നെവിൻ സ്വന്തമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത് അനുമോളുടെ ജെൻഡർ കാർഡ് എന്ന് പറയാം. അനുമോൾ സ്വന്തം ജെൻഡർ എടുത്തു വെക്കാറുണ്ട്. ഓപ്പോസിറ്റുള്ള ആളുടെ ജെൻഡറിനെ ചോദ്യം ചെയ്തും ഒക്കെയാണ് ഈ വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ അനുമോളും നെവിനും തമ്മിൽ കിച്ചണിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്, ഒരു ഉന്തും തള്ളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ നെവിനെ കുറിച്ച് അവർ പറയുന്നത് നാറുന്നു, സിഗരറ്റ് വലിക്കുന്ന വാ കൊണ്ട് പെൺകുട്ടികളോട് മിണ്ടാൻ ശ്രമിക്കുന്നു, പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവരിത് പറയുന്നത്. ഇതിനകത്ത് ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത്, അപ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് മാത്രമേ സിഗരറ്റ് വലിച്ചിട്ടുള്ള നാറുന്ന വായും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമുള്ളെന്നാണോ? അങ്ങനെയല്ലല്ലോ. പക്ഷേ ആ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ആനുകൂല്യം എടുത്തു വെക്കുക എന്നുള്ളതും അതിനെ ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് നെവിൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടി മോശമായി ചിത്രീകരിക്കുക. അതായത് നിൻ്റെ സിഗരറ്റ് വലി അത് കാരണം നിൻ്റെ നാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ ഒരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആ ക്യാരക്ടറിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ജെൻഡർ കാർഡാണ് അവർ എടുത്തു വെക്കുന്നത്. മാത്രമല്ല, എനിക്ക് നിന്നെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്ന് നെവിനോട് അവർ പറഞ്ഞിട്ടുണ്ട്, നാറ്റം തോന്നുന്നു എന്ന് അവർ പറയുന്നു. പല ആൾക്കാരോടും അനുമോൾ സംസാരിക്കുമ്പോൾ ഈ നാറുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നാറുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വാ മൂക്കിൻ്റെ താഴെ ഉണ്ടായി പോയി കഴിഞ്ഞാൽ ചിലപ്പം എപ്പോഴും തോന്നും ഇങ്ങനെ നാർന്നു എന്ന്. ഈ വഴക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഷാനവാസിനെ നെവിൻ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ കുലപുരുഷ, ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെയുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞാണ് ചരിത്ര പ്രസിദ്ധമായ അനുമോളുടെ ജലാഭിഷേകം എന്ന് പറയുന്ന ടാസ്കിലേക്ക് നെവിൻ കടക്കുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. അനുമോൾ പകൽ സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അനുമോൾ ഉറങ്ങുന്നുണ്ട്, ഷാനവാസും ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെ അടുത്ത് ആര്യൻ ചെന്ന് ആദ്യം ഒന്ന് തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഷാനവാസിൻ്റെ ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കാം അയാളെ പിന്നീട് ആര്യൻ ഉപദ്രവിക്കുന്നില്ല. അവിടെ നേരെ പോയി അനുമോളോട് എണീക്കാൻ പറയുന്നുണ്ട്. അനുമോൾ പറ്റൂല എന്ന് പറയുന്നു. അതിനുശേഷം നെവിൻ അവിടെ വന്ന് ഇടപെടുന്നു. നെവിനോട് അനുമോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം, നീ കുരയ്ക്കാണ്ട് പോടാ എന്നാണ്. അതായത് ഒരു മനുഷ്യനെ ഏറ്റവും മോശം രീതിയിൽ ടാർഗറ്റ് ചെയ്ത് വളരെ മോശം രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അനുമോളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം വന്ന് സംസാരിച്ച ആര്യനാണെങ്കിലും നെവിനാണെങ്കിലും ഇനി അക്ബർ വന്നാലും ഇവർ 3 പേരും അവിടുത്തെ ക്യാപ്റ്റൻസ് ആണ്. ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ഇതുപോലെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റേഷൻ കുറയുന്നതും ഒക്കെ ഈ ക്യാപ്റ്റൻസിയാണ് ബാധിക്കുക. ആര്യൻ വന്ന് പറയുന്നുണ്ട് എൻ്റെ പണി പോകുന്ന കാര്യമാണെന്ന്. കാരണം ക്യാപ്റ്റൻ വളരെ മോശമാണ് എന്ന് ബിഗ് ബോസ് വിലയിരുത്തുന്ന, നമ്മളെല്ലാവരും വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാളുടെ ക്യാപ്റ്റൻസി സമയത്ത് മറ്റൊരു കണ്ടസ്റ്റൻറ്റ് കിടന്നുറങ്ങുക എന്നുള്ളത്. ഇവിടെ 3 ക്യാപ്റ്റന്മാരുണ്ടായിട്ടും അനുമോൾ കിടന്നുറങ്ങിയല്ലോ എന്ന് പറയുന്നൊരു ചോദ്യം നാളെ ലാലേട്ടൻ വന്നാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്വാഭാവികമായും അനുമോളോട് ഉറങ്ങരുത് എന്നവർ പറയുന്നുണ്ട്. ആര്യൻ വന്ന് പറയാവുന്ന മാക്സിമം മാന്യതയിലാണ് കാര്യം അവതരിപ്പിച്ചത്. നെവിൻ വന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ്. കാരണം ആദ്യത്തെ ക്യാപ്റ്റൻസിയിൽ നെവിൻ ഓൾറെഡി ഈ വാണിംഗ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നെവിനോട് ഇത്രയും മോശമായി സംസാരിക്കുന്നു. നെവിൻ പറഞ്ഞു, നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിൻ്റെ മുഖത്ത് ഞാൻ വെള്ളം തളിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഒന്ന് നോക്കണേ. വെള്ളം തളിക്കുകയാണ് ചെയ്യുക, ഒരാളെ കുളിപ്പിക്കുകയൊന്നല്ല ചെയ്ത്. അങ്ങനെ വന്നു അനുമോൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവിടെ നെവിൻ അനുമോളുടെ മുഖത്ത് വെള്ളം തളിച്ചത് ശരിയായൊരു നടപടിയാണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അനുമോൾ ഇവിടെ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. കാര്യം ഇവർ 3 പേരും അവരുടെ ക്യാപ്റ്റൻസി അധികാരത്തിൻ്റെയും അവരുടെ ക്യാപ്റ്റൻസിയെ ബാധിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി അനുമോളോട് വന്ന് പറയുമ്പോൾ അനുമോൾ മനഃപൂർവ്വം ഉറങ്ങുകയാണ്, പുതച്ചു മൂടി സുഖമായി കണ്ണടച്ച് കിടന്നുറങ്ങുകയാണ്. അവർ വളരെ വാശിയോടെയാണ് ഞാൻ ഇവിടെ കിടക്കും എന്നുള്ള കാര്യം പറയുന്നത്. അതായത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ ഉറങ്ങും, കുരയ്ക്കാതെ പോടാ എന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ്. നെവിൻ അവിടെ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദേ ഈ കണ്ടസ്റ്റൻ്റ് ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുകയാണ്, അനുമോൾ ഉറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഉറങ്ങുന്നതിൻ്റെ ഭാഗമായി എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻസിയുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ പറയരുത്, അവൾ വാശി കാണിക്കുന്നതാണ് എന്ന് എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ബിഗ് ബോസിനോട് ചെന്ന് പരാതിപ്പെടാമായിരുന്നു. അനുമോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇവിടെ കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. അത് വളരെ നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. പക്ഷേ എത്രയെന്ന് വെച്ചിട്ട് ഇതേ കാര്യം തന്നെ ഇവർ ചെയ്യും. ഇനി വിളിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആരെയൊക്കെയാണ്? ആദിലുണ്ട്, നൂറയുണ്ട്, ഷാനവാസ് ഉണ്ട്, പിന്നെ സാബുമാനും അനീഷും ഉണ്ട്. ഇവരൊന്നും കാര്യമായി ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെൻറ്റ്, കൂടിപ്പോയാൽ അനീഷ് എന്തെങ്കിലും പറയുമായിരിക്കും, ബാക്കി ആരും കാര്യമായ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുകയോ ഇത് പറയാൻ ചെല്ലുന്ന ഇവർക്ക് മിനിമം റെസ്പെക്റ്റ് പോലും കൊടുക്കുകയോ ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായും നെവിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ വെള്ളം തളിക്കുക എന്നുള്ളതാണ്. അയാൾ വെള്ളം തളിക്കുന്നു. ആ തളിക്കൽ കാരണം സഹിക്കാൻ പറ്റാതായ അനുമോൾ ഒരു കുപ്പി വെള്ളമെടുത്ത് നെവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ നമ്മൾ ശരി തെറ്റ് പറയാൻ പോകുന്ന സമയത്ത് ഇവിടെ തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അനുമോൾ അനാവശ്യമായി അവരെ പ്രൊവോക്ക് ചെയ്തു, പകൽ കിടന്നുറങ്ങാൻ നോക്കി. ചോദിക്കാൻ വന്ന ആളെ പട്ടി എന്ന് വിളിക്കുന്നത് പോലെ
നീ കുരയ്ക്കാതെ പോടാ എന്ന് പറയുന്ന ഡയലോഗ് പറഞ്ഞു. നെവിൻ വെള്ളം തെളിച്ചു, നെവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു. ഇതെല്ലാം തെറ്റുകളാണ്. പക്ഷേ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റും ഏറ്റവും ചെറിയ തെറ്റും പറയാനേ നമുക്ക് പറ്റുള്ളൂ. നെവിൻ ആസ് എ ക്യാപ്റ്റൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം അവരോട് വളരെ കൃത്യമായി കുറേ കൂടി ശക്തമായി പറയാൻ ശ്രമിച്ചു. അനുമോൾ വെള്ളം കോരി ഒഴിച്ചു. അതിനോടുള്ള ദേഷ്യത്തിൻ്റെ ഭാഗമായി നെവിൻ ഒരു വലിയ പാത്രം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ ബെഡിൽ ഒഴിച്ചു. അങ്ങനെ നീ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണ്ട എന്ന് പറയുന്ന അർത്ഥത്തിൽ. അനുമോൾ അതിനെ ഒരു വലിയ കണ്ടന്റാക്കി മാറ്റാനുള്ള അതിശക്തമായ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ബെഡ് അവിടുന്ന് മാറ്റാതെ അവിടെ തന്നെ കരഞ്ഞ് അങ്ങനെ കുറേ പരിപാടികളൊക്കെ. അതിനെ ഈ ബാക്കിയുള്ള എല്ലാ ആളുകളും ചേർന്ന് കൂട്ടമായി പൊളിച്ച് കൈ കൊടുത്തു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പല ആളുകളും അനുമോളെ സപ്പോർട്ട് ചെയ്യല്ലേ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ അനുമോളുടെ ആ ഒരു ഒറ്റയ്ക്കാകൽ സ്ട്രാറ്റജീനെ പൊളിച്ചടുക്കി കൈ കൊടുക്കുകയാണ് ബാക്കിയുള്ള പലരും ചേർന്ന് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ശക്തമായിട്ടുള്ള വീഡിയോ ആണ്. അതിൽ നമുക്ക് കുറച്ചും കൂടി ഇൻ ഡെപ്ത് ഇതിന് സംസാരിക്കാം. എന്തായാലും അനുമോളുടെ ആ നനഞ്ഞ ബെഡ് വെച്ചുള്ള കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം പൊളിയുകയും അതിനുശേഷം നെവിനെതിരെ അവർ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും തല്ലി വളർത്താത്തതുകൊണ്ടാണ്, അതിൻ്റെ കുഴപ്പമാണിത് എന്നാണ് അനുമോൾ പറയുന്നത്. ഈ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് തല്ലി വളർത്തലാണ് എന്നുള്ള ഒരു ബോധ്യം അനുമോൾക്കുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഇവർ പല രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അനുമോൾ പറയുന്നത് പോലെ തല്ലുകൊണ്ട് വളർന്നാലേ നല്ല സ്വഭാവം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ എന്നാണെങ്കിൽ തല്ല് ശരിക്കും കൊണ്ട് വളരേണ്ട ഒരു ബാല്യം അനുമോൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. തല്ലുക എന്ന് പറയുന്നത് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമല്ല. അത് കഴിഞ്ഞ് നെവിൻ്റെ ജെൻഡറിലേക്കാണ് അനുമോൾ ചാടി കയറി പിടിക്കുന്നത്. ആണുങ്ങളെ പറയിപ്പിക്കാതെ പോടാ എന്നുള്ളതാണ് അടുത്ത ഡയലോഗ്. നീയൊക്കെ ഒരാണാണോ എന്നുള്ള ചോദ്യം. പിന്നെ കരയാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതേ അനുമോളാണ് രേണു സുധിയുടെ അടുത്ത് നിങ്ങൾ വിധവാ കാർഡ് ഇറക്കരുത് എന്ന് അങ്ങോട്ട് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ അനുമോൾ ഇവിടെ ചെയ്യുന്നത് ജെൻഡർ കാർഡ് ഇറക്കലാണ്. പക്ഷേ ഈ ജെൻഡറിനെ തൊട്ടുള്ള ചോദ്യം വന്ന സമയത്ത്, അതായത് നെവിനെ വിലയിരുത്താനോ നെവിനെ അളക്കാനോ വേണ്ടി അയാളുടെ ജെൻഡറിനെയോ സെക്ഷുവാലിറ്റിയോ ഉപയോഗിക്കുന്ന സമയത്ത് ആദിലയും നൂറയും അനുമോളെ എതിർക്കുന്നുണ്ട്. ഈ ആദില നൂറമാരുടെ എതിർപ്പുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അവർ അനുമോളെ എതിർക്കുന്നത് ജിസേലിൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരം ഉണ്ടായപ്പോഴാണ്. അതായത് വസ്ത്ര സ്വാതന്ത്ര്യവും ജെൻഡർ വെച്ച് ആളെ അളക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദിലയും നൂറയും ഒക്കെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. എവിടെ അവരുടെ ലൈഫിൽ അവരെടുത്തിട്ടുള്ള ചോയ്സസിനെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അനുമോൾ ചെയ്യുകയാണെങ്കിൽ അവരെതിർക്കും. മറിച്ച് അനുമോൾ ചെയ്യുന്ന മറ്റ് വൃത്തികേടുകളൊന്നും ആദിലയും നൂറയും എതിർക്കില്ല. അനുമോളുടെ ഒപ്പം നിൽക്കും. വോട്ടാണല്ലോ മുഖ്യം. എന്തായാലും അനുമോളുടെ ആ ജെൻഡർ കാർഡിനെ അറഞ്ചം പുറഞ്ചം വലിച്ചു കയറി എറിയുന്ന നെവിനെയാണ് നമ്മൾ കണ്ടത്. ഒരാണിന് വേണ്ടുന്ന സംഭവ വികാസങ്ങളൊക്കെ എനിക്കുണ്ട് എന്നയാൾ പറയുമ്പോൾ ഏറ്റവും സരസമായി സമാധാനപരമായി അയാളുള്ള കാര്യം പറഞ്ഞു. എനിക്ക് മീശയുണ്ട്, താടിയുണ്ട്, അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ ഈ പുരുഷത്വത്തിൻ്റെ സ്വർണ്ണ മകുടം എന്താണ് എന്നെനിക്ക് കാണിച്ച് താ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഉപയോഗിച്ച അതേ കാർഡ് നെവിൻ തിരിച്ചു വെക്കുന്നുണ്ട്. ഞാനൊരു സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ നീ വളരെ മോശമായി പുറത്ത് പ്രവർത്തിക്കുന്ന കുറേ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്ച്വലി നെവിൻ പറയുന്നത് നമുക്കും ശരിയല്ലേന്ന് തോന്നും. വളരെ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന, ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന, കപട സദാചാര ബോധത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും വാരി വെതറി നടക്കുന്ന ഒരു വിഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് തന്നെയല്ലേ, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്താണോ അനുമോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് നമുക്കും തോന്നിയേക്കാം. അപ്പോൾ ഒരു ഉന്തിൻ്റെ കൂടെ തള്ളുന്ന് പറയുന്ന പോലെ ആദില പറയുന്നുണ്ട് ഒരാളെ ക്യാരക്ടർ വെച്ചിട്ട് വേണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജെൻഡർ വെച്ച് പാടില്ല എന്ന്. ആ സമയത്ത് ഈ ആണത്തത്തിനെ വെച്ചിട്ടാണല്ലോ നെവിനെ ഇവർ അളക്കാനും ചോദ്യം ചെയ്യാനും അനുമോൾ ശ്രമിക്കുന്നത്. ആ സമയത്ത് രണ്ട് പുരുഷന്മാർ അതിനെ എതിർത്ത രീതി വളരെ പ്രശംസനീയമാണെന്ന് തോന്നി. ഒന്ന് അക്ബറാണ്. ഈ ആണത്തം എന്നൊക്കെ പറയുന്നത് അതൊരു പഴയ വേർഡാണ്, പഴയ ചിന്താഗതിയാണ് എന്ന് പറയുന്നുണ്ട്. ആണായാലും ഇങ്ങനെ ആയിരിക്കണം, പെണ്ണായാലും ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയില്ലെങ്കിൽ എന്തോ കുറവുണ്ട് അല്ലെങ്കിൽ കൂടുതലാണ് എന്നൊക്കെയുള്ള ആ ചിന്താഗതികൾ അത് പഴയ ചിന്താഗതി തന്നെയാണ്. അത് അക്ബർ അവിടെ വളരെ വൃത്തിക്ക് പറയുന്നു. സാബുമാൻ പറയുന്നുണ്ട് നല്ലൊരു ഹ്യൂമൻ ആണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി, അല്ലാതെ ഈ ജെൻഡർ വെച്ചിട്ട് അളക്കേണ്ട കാര്യമില്ല. രണ്ട് പുരുഷന്മാരാണ് ആണത്തം എന്ന് പറയുന്ന കാലഹരണപ്പെട്ടുപോയ, ഒരുപക്ഷെ പുരുഷന്മാർക്ക് പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പല ഡെഫിനീഷൻസിനെയും ചോദ്യം ചെയ്യുന്നതെന്നുള്ളത് അത് പുരോഗമനപരമായ ചിന്തകളുള്ള ഒരു സമൂഹത്തിന് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അനുമോളുടെ മറ്റൊരു നമ്പറുണ്ട്. ആ നമ്പറിൻ്റെ പേര് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ അടുത്ത ഘട്ടം എന്നുള്ളതാണ്. അനുമോൾ ആദിലോടും നൂറോടും പറയുന്നത് ഞാനിവിടെ നിറങ്ങുന്നത് വരെ നിങ്ങൾ എന്നോട് മിണ്ടരുത് എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാവരും കൂടി ഇരുന്ന് അനുമോൾ ജെൻഡർ കാർഡ് ഇറക്കിയതിനെ വലിച്ചു കയറിയപ്പോൾ അതിലെ നൂറയും കൂട്ടിരുന്ന് കൊടുത്തില്ലേ. മാത്രമല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഒറ്റപ്പെട്ട് കളിച്ചിട്ട് വേണം കുറച്ച് വോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലെ നൂറയും അതിന് സമ്മതിക്കുന്നില്ല. വീണ്ടും നൂറ ഡ്യൂട്ടി ചെയ്യാത്തതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നന്നായിട്ട് ചൊറിയൂ എന്ന് പറയുന്ന ഷാനവാസക്കിയെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആദിലയോടും നൂറയോടും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞിട്ട് തിരിച്ച് ഈ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന ആര്യനെയും അക്ബറിനെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നി അവർ ചെയ്തൊരു വലിയ മിസ്റ്റേക്ക്. നൂറയെ പിടിച്ച് ആ ടീമിൻ്റെ ക്യാപ്റ്റനാക്കി. അതായത് ഫ്ലോറിൻ്റെയും ബാത്റൂമിൻ്റെയും ക്ലീനിങ്ങിന് എല്ലാത്തിനും കൂടി ക്യാപ്റ്റനെ ചൂസ് ചെയ്ത സമയത്ത് അവർ നൂറയെ ക്യാപ്റ്റനാക്കി. മറിച്ച് അവർ അനീഷിനെയാണ് ക്യാപ്റ്റൻ ആക്കിയിരുന്നതെങ്കിൽ ഇവർ ഈ നൂറയുടെയും ആദിലയുടെയും ഒന്നും പുറകെ നടന്ന് അപേക്ഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ലായിരുന്നു. അത് അനീഷ് ചെയ്തതിനെ അനീഷ്
ചെയ്യിപ്പിച്ചേനെ. അനീഷ് അത് നല്ല വൃത്തിക്ക് ചെയ്യുന്നത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുമ്പോൾ ചെയ്യും പാത്രം കഴുകൽ എന്ന് പറയുന്ന കാര്യം ചെയ്ത ആദിലയെ അനീഷ് എങ്ങനെ വറുത്തെടുത്തു എന്നുള്ളതും അതിനുശേഷം ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്ന റോളിലേക്ക് നൂറയെ അസൈൻ ചെയ്തതാണ് ഇവരുടെ ക്യാപ്റ്റൻസിയിൽ പറ്റിയ വലിയൊരു പ്രശ്നം. അതുപോലെ മറ്റൊരു പ്രശ്നം അവർ കുക്കിംഗ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വരുന്ന സമയത്ത് 3 നേരം ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഹെക്റ്റിക് പ്രോസസ്സ് ഏറ്റെടുക്കേണ്ടത് ഇപ്പോഴല്ല എന്ന് അവർ ചിന്തിക്കണമായിരുന്നു. അത് അവർ ചിന്തിക്കാത്തതിൻ്റെയാണ് ഈ 2 നേരം മാത്രം ഭക്ഷണം കൊടുക്കുക, പിന്നെ ഈ ഭക്ഷണം കൊടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വഴക്കുകൾ, ഇതിലൊക്കെ അവരുടെ എനർജി ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അവർ കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. എന്തായാലും നൂറയുടെ ഈ ജോലി ചെയ്യില്ല എന്ന് പറയുന്ന വാശിയൊക്കെ വരുമ്പോൾ അങ്ങനെ നീ പണിയെടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് ഫുഡ് തരില്ല എന്ന് പറയുന്ന അക്ബറിനെയും ആര്യനെയും ഒക്കെ നമ്മൾ കാണുന്നു. പക്ഷേ വളരെ മാന്യമായിട്ടാണ് അക്ബർ പറഞ്ഞത് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷണം തരില്ല എന്നുള്ളത്. കാരണം അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നൂറ അവിടെ ഒരു പണിയെടുക്കുന്നില്ല, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ ഫിസിക്കൽ ടാസ്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദില കുറച്ച് നേരമൊക്കെ പിടിച്ചു നിൽക്കും, എന്നിട്ട് ഔട്ടാവും. ആദില ഔട്ടായി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവരെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ്. നൂറയെ മാക്സിമം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ കാണുക. നൂറ ഈ ടാസ്കിനിടയിൽ ആരെയും പ്രകോപിപ്പിക്കുന്ന ഡയലോഗുകളൊന്നും പറയില്ല, മാക്സിമം പിടിച്ചു നിൽക്കും. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ആഹാരം കഴിച്ച് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ ടാസ്കുകളിൽ മുന്നോട്ട് വരിക എന്ന് പറയുന്നൊരു കാര്യം. നൂറയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇത് ഒരു പ്രശ്നവുമില്ല, എനിക്ക് പണിയെടുക്കാൻ പറ്റൂല, ഇത് ചുമ്മാ ആ കിച്ചൺ ടീമിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ശ്രമമാണ്. ഇത് കണ്ടിട്ടാണ് പുറത്ത് കുറേ ആളുകൾ കിച്ചൺ ടീമിലെ 3 പേരും എന്തോ ദുഷ്ടന്മാരാ, ആഹാരം കൊടുക്കാത്തവന്മാർ, അയ്യോ പണിയെടുക്കാതെ നിങ്ങൾക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനിടയിലാണ് നൂറ വീണ്ടും ആ ഹെൽത്ത് കാർഡ് ഇറക്കി നല്ലോണം കളിക്കാൻ ശ്രമിക്കുന്നത്. ഈ നൂറയുടെ ഒരു ബുള്ളിങ് ക്യാരക്ടർ നമുക്ക് വളരെ വിസിബിളായി കാണാൻ പറ്റുന്ന മറ്റൊരു സ്പേസ് എന്ന് പറയുന്നത്, നൂറ അതിലേയും കൂടി ഇരിക്കുകയാണ്, പോയൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വരൂ എന്ന് ആദിലോട് പറയുന്നു. ആദില വളരെ കൃത്യമായി ഇത് പോയി ചെയ്തിട്ട് വരുന്നു. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് എടുത്തിട്ട് അവനവന് വേണ്ടി ഉണ്ടാക്കി. ഇതൊക്കെ ഈ കിച്ചൺ ടീമിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ജോലി ചെയ്യാതിരിക്കുക, അവരുടെ ജോലി കുളമാക്കുക, ഈ കാര്യങ്ങളാണ് ആദിലെ നൂറയും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ ആദില മനസ്സിലാക്കേണ്ടത്, ആദില ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഇവരാരും അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയോ ആദിലയുടെ ഡ്യൂട്ടി കുളമാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ആളുകളെ കൊണ്ട് ഓരോ കാര്യം ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിലെ ബുദ്ധിമുട്ടും ആദിലേക്ക് നല്ലോണം മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ ആളുകളെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടി എത്രത്തോളം ഡേർട്ടി ആവാമോ അത്രയും ഡേർട്ടി ആയിട്ട് കളിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും പണിയെടുത്തില്ലെങ്കിൽ ഫുഡ് തരില്ല എന്നുള്ള കാർഡ് അക്ബർ ഇറക്കുമ്പോൾ ഹെൽത്ത് കാർഡ് ഇറക്കി പ്രതിരോധിക്കുന്ന നൂറയെ നമ്മൾ കാണുന്നുണ്ട്. ആ കാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആര്യനെയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് 1 hour എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ PR ടീമുകൾ ഇതൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞാണ് ഈ സീസണിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു നാടകം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ നാടകത്തിൻ്റെ പ്രത്യേകത തിരശ്ശീലയ്ക്ക് പുറകിലാണ് നടന്നത് എന്നുള്ളതാണ്. കാരണം ക്യാമറ കാണുന്നു എന്ന് ഉറപ്പുള്ള, എന്നാൽ ബാക്കിയുള്ളവരുടെ കണ്ണിൽ പെടാത്ത, ഒറ്റപ്പെടലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദന നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ട് അനുമോൾ കണ്ടുപിടിച്ചു. അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം ഒഴിച്ചല്ലോ, അവിടെ വേറെയും ബെഡുകളൊക്കെ കിടപ്പുണ്ട്. ഒരു ബെഡ് ഞാൻ കൊണ്ടുവന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞ് ബെഡ് മുക്കി വരുന്ന നൂറയെ നമ്മൾ കാണുന്നുണ്ട്. അനുമോൾ സമ്മതിച്ചില്ല, എൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഗൈസ് എന്ന് പറഞ്ഞുള്ള ദുഃഖപ്രകടനമൊക്കെ നടത്തണമല്ലോ. പക്ഷേ അതിനും ബാക്കിയുള്ളവർ സമ്മതിച്ചില്ല. അപ്പോൾ അനുമോൾ കണ്ടെത്തിയിരിക്കുന്ന മാർഗ്ഗം നനഞ്ഞ ബെഡിൽ കിടക്കാതിരിക്കാൻ വേണ്ടി മൂലയ്ക്കുള്ളൊരു സോഫയുടെ ബാക്കിൽ പോയി കിടക്കുക. അതിലേക്ക് എങ്ങനെ നൂണ്ട് കയറി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്തായാലും ആ സോഫയുടെ പുറകിൽ പുതപ്പും തലയണയൊക്കെ വെച്ച് ക്യാമറ കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കിടന്നുറങ്ങുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. അത് അക്ബറിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന ആര്യനെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്തുള്ള അക്ബറിൻ്റെ ഡയലോഗ് ഹൃദയഭേദകമായ ഒരു ഡയലോഗായിരുന്നു. എടാ അവൾ ജയിച്ചോട്ടറാ, എന്തൊക്കെ കഷ്ടപ്പെട്ട് ഈ പുറത്തൊക്കെ PR ടീം ഇതൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കും, അവൾ എങ്ങനെയെങ്കിലും ജയിച്ചോട്ടറാ എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസിൻ്റെ കപ്പടിക്കാൻ വേണ്ടി പണിയെടുക്കാതെ ജയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നമുക്കിവിടെ അനുമോളെ കാണാൻ പറ്റും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ സഹിക്കുന്നത്. അവിടെ അത്രയും ബെഡ് കിടന്നിട്ടും എൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ പുറത്തൊരു മൂലയ്ക്ക് പോയി കിടക്കും എന്ന് പറയുന്ന അവരുടെ ആ ഒരു വാശി, ആ ഒരു തൻ്റെ ഇടം, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതൊക്കെ നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ കാര്യം വൈകി അറിഞ്ഞ ഒരാളുടെ വ്യസനം നമ്മൾ കാണുന്നുണ്ട്. അത് അനീഷിൻ്റെയാണ്. ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എൻ്റെ മാത്രമാണ്, വേറെ ആരും ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അനുമോൾ ഇതുപോലെ സോഫയുടെ ബാക്കിൽ വന്ന് ക്യാമറയുടെ ചോട്ടിൽ കിടന്നുറങ്ങുന്നത് അനീഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ വൈകിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം എന്നാവട്ടെ എന്ന് വിചാരിച്ച് അനീഷ് ഒരു പുതപ്പും തലേണയൊക്കെ കൊണ്ട് അനുമോൾക്ക് കൊടുക്കുകയും മോർണിംഗ് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ്
രണ്ടാം ദിവസത്തെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നത് പാലഭിഷേകം. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കിച്ചൺ ടീമിന് പാത്രങ്ങൾ കഴുകി കൊടുക്കേണ്ടത് വെസൽ ടീമാണ്. തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളിൽ ഒന്ന്, അവർക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രങ്ങളിൽ ഒന്ന്, അത് കൃത്യമായി കഴുകിയിട്ടില്ല. അതിൽ അവിടെ ഇവിടെയൊക്കെ ഇച്ചിച്ചി ഇരിപ്പുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പഴയ ഭക്ഷണ സാധനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായി കഴുകി കിട്ടാതെ ഞങ്ങൾ പാചകം ചെയ്യില്ല എന്ന് കിച്ചൺ ടീം പറയുന്നു. നിങ്ങൾ വെസൽ ടീം കൃത്യമായി കഴുകി തന്നിട്ടില്ലെങ്കിൽ ഫുഡ് ലേറ്റ് ആവും. അനുമോൾ ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഞാനല്ല കഴുകേണ്ടത് എന്നുള്ളതാണ്. അനുമോളാണ് തലേ ദിവസം ആ പാത്രം കഴുകി വെച്ചത്. അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അനുമോൾ തന്നെയാണ് അത് തിരുത്തേണ്ടത്. അതിൽ വേറെ ചോദിക്കലും പറച്ചിലും ഒന്നുമില്ല. പക്ഷേ അനുമോൾ കഴുകില്ല എന്ന് വാശി പിടിക്കുന്നു. ഷാനവാസും ഈ പറയുന്ന പാത്രത്തിൽ എന്താ അഴുക്ക് എന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അക്ബർ എല്ലാവരെയും വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അഴുക്കുണ്ട് എന്നുള്ളത്. പക്ഷേ ഷാനവാസ് പറയുന്നത് അത് പെയിൻ്റ് ഇളകി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് കിച്ചൺ ടീമിൻ്റെ മെക്കിട്ട് കയറാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ നിഷ്പക്ഷൻ എന്ന് നമ്മളൊക്കെ തോന്നുന്ന സാബുമാൻ അഭിപ്രായം പറയുന്നത് അതിനകത്ത് ഈ വേസ്റ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഒന്നുകൂടി കഴുകേണ്ടതാണ്, വൃത്തിയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. അനുമോളും ഷാനവാസും ആദിലയും നൂറയും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് നമ്മുടെ സാബുമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൊണ്ട് നടന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക് സാബുമാൻ കൂടെ നിൽക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുമോളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. വെസൽ ടീം കഴുകി കൊടുത്ത പാത്രത്തിൽ അഴുക്കുണ്ട്, അത് ക്ലീൻ ആക്കി തരണം എന്ന് കിച്ചൺ ടീം പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അയ്യോ ഇത് വീട്ടിലെ പോലെയൊക്കെയാണ് എന്നൊക്കെ അനുമോൾ പറയുന്ന വാദവും കൂടി എടുത്തു വെച്ചിട്ട് കിച്ചൺ ടീം തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷേ ഇത് വീടല്ല, ഇത് ബിഗ് ബോസ് ഹൗസാണ്. എല്ലാവർക്കും ടാസ്കുകൾ കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്, ഡ്യൂട്ടികൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ ക്ലിയർ മിസ്റ്റേക്കാണ്. അനുമോൾ ജസ്റ്റ് ഒന്ന് ചെന്ന് അത് കഴുകി കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അനുമോൾ വാശി പിടിച്ചിരുന്നു. ഷാനവാസ് അനുമോളെ ചോദ്യം ചെയ്യുന്നതിന് പകരം കിച്ചൺ ടീമിനെ ചോദ്യം ചെയ്തു. കിച്ചൺ ടീം ആ പാത്രം കഴുകാതെ തന്നെ കുക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ബഹളം ഉണ്ടാക്കുമായിരുന്നു. വൃത്തിയില്ലാത്ത പാത്രത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിച്ചൺ ടീം എന്താ ചെയ്യേണ്ടത്? കഴുകി തന്നാലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഷാനവാസ് അവിടെ ചെന്ന് ബഹളം വെക്കുന്നു, ആദിലയും നൂറയും അവിടെ ചെന്ന് ബഹളം വെക്കുന്നു. അപ്പോൾ ഈ ഫുഡ് ലേറ്റ് ആവുക എന്ന് പറയുന്ന പ്രശ്നം വരുമ്പോൾ ഇവർ കയറി കുക്ക് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നൂറ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കയറി ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ കിച്ചൺ ടീം പറയുന്നുണ്ട് അന്ന് അതൊന്ന് കാണണമല്ലോ എന്ന്. അങ്ങനെ നൂറ പോകുന്ന സമയത്ത് ആദിലയുടെ പഞ്ച് ഡയലോഗ് വരുവാണ്, നീ കൈ വെക്കും അവളുടെ ദേഹത്ത്, ധൈര്യം ഉണ്ടെങ്കിൽ വെക്കട എന്നുള്ളത്. കാരണം ഈ നൂറ ബഹളം വെച്ച് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നൂറയായാലും ആദിലയായാലും അനുമോളായാലും ഇവർക്ക് പുരുഷന്മാരുടെ എവിടെ വേണമെങ്കിലും സ്പർശിക്കാം, തല്ലാം, മാന്താം, പിച്ചാം, കടിക്കാം. പക്ഷേ തിരിച്ച് ഇവരെ എവിടെയെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ അപ്പോൾ വുമൺ ഗാർഡ് ഇറക്കും. അത് അവർ തിരിച്ച് ചോദിക്കുന്നുമുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിനക്കൊക്കെ വുമൺ ഗാർഡ് ഇറക്കാനല്ലേ എന്ന്. പക്ഷേ ഇവിടെ ആദിലെ നൂറയൊക്കെ ചെയ്യുന്നത് അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ അവരൊരു വെപ്പണായിട്ട് അവിടെ ഉപയോഗിക്കുകയാണ്. ഇങ്ങനൊരു ഗെയിമിൽ അതൊരു അൺഫെയർ ആയിട്ടുള്ള നീക്കമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബിഗ് ബോസ് ഹൗസിൽ ഇനി ചീത്തപ്പേരുണ്ടാവാൻ ആരാണ് മിച്ചമുള്ളത്? അതും എല്ലാവർക്കും ഓൾമോസ്റ്റ് പെണ്ണ് കേസ് തന്നെയാണ്. ഇതിനു മുമ്പ് ഔട്ടായി പോയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾക്കും നേരെയുള്ള ഏറ്റവും വലിയ ത്രെട്ട് അവിടെ തുടരുന്ന സ്ത്രീകൾ അവർക്ക് നേരെ നടത്താൻ പോകുന്ന ഈ പറയുന്ന സ്ത്രീ കാർഡ് ഇറക്കിയിട്ടുള്ള ആരോപണങ്ങളാണ്. എന്തായാലും ഇവരെല്ലാവരും കൂടി കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നെവിൻ എന്നാൽ പിന്നെ അവർ കുക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിലിരുന്ന് കുക്ക് ചെയ്യാൻ ആവശ്യമായ ചില സാധനങ്ങൾ, പാലും പിന്നെ പനീർ അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് ആണ് തുടങ്ങുന്നത്. നെവിൻ്റെ കയ്യിലിരുന്ന സാധനങ്ങൾ തട്ടി താഴെ ഇടാൻ നോക്കുന്നു. ആ സമയത്ത് ദേഷ്യം കൊണ്ട് നെവിൻ അയാളുടെ കയ്യിലിരുന്ന പാല് ഷാനവാസിൻ്റെ മേത്തേക്ക് ഒഴുകിയാണ്. അപ്പോൾ ഷാനവാസ് നെഞ്ചുവേദന വരുന്നു, അയാൾ വീഴുന്ന സമയത്ത് ബാക്കി അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ഒക്കെ അത് അയാളുടെ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു കണ്ണിച്ചോരയില്ലാത്ത കാര്യമാണ്, നിങ്ങൾ ആ സമയത്താണോ ഇങ്ങനെ ഒരാൾ വീഴുമ്പോഴാണോ ആക്ടിങ് ആണെന്ന് പറയുന്നതെന്നൊക്കെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലും ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലും ചിലരൊക്കെ അത് ചോദിക്കുന്നുണ്ടാവും. പാലൊഴിച്ചാൽ ഒരാൾ വീണ് പോവുക എന്നൊക്കെ പറയുന്നത് അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അവരും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ആക്ടിങ് ആണ് എന്നുള്ളത്. പക്ഷേ അവിടെ ഷാനവാസ് മനസ്സിലാക്കണമായിരുന്നു തൻ്റെ ഹെൽത്ത് ഡേ ബൈ ഡേ വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അയാൾ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലൊക്കെ ഏറ്റവും ആദ്യം ഇറങ്ങി പോകുന്നത് അയാൾക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ ഷാനവാസ് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും പുറത്ത് വോട്ടിങ്ങും PR ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫൈനൽ 5 വരെ എത്തും. അപ്പോൾ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ മാക്സിമം ദിവസം നിന്നിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ കപ്പടിക്കാം എന്ന് പറയുന്നൊരു ചിന്ത അയാൾക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കും സ്വന്തം ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയത്ത് അയാൾ കൊടുക്കാതിരുന്നത്. എന്തായാലും നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മൂവ്മെൻറ്റ് അയാളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അയാളെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അല്ലാതെ നെവിൻ പിടിച്ച് തള്ളി, നെവിൻ പിടിച്ച് ഇടിച്ചു, നെവിൻ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ പോലും ഞാൻ നെവിനെ ന്യായീകരിക്കുകയല്ല, ഇവിടെ തെറ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റും ശരിയുമല്ല, വലിയ തെറ്റും ചെറിയ തെറ്റുമാണ് ഇവിടുത്തെ വിഷയങ്ങൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഷാനവാസ് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് ഒരേ ഒരാളെയാണ്, അത് അനുമോളെയാണ്.
അനുമോളെയാണ് ബാക്കിയുള്ളവരും കുറ്റം പറയേണ്ടിയിരുന്നത്. പക്ഷേ അവനവൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ, ന്യായാന്യായങ്ങൾ നോക്കാതെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ, അതായത് ടാർഗറ്റ് ചെയ്ത് ഇവർ നിന്നിരുന്ന ആ 3 പേർക്കും എതിരെയുള്ള അറ്റാക്ക് അഴിച്ചു വിടുന്ന സമയത്ത്, നെവിൻ്റെ അടുത്ത് ഫിസിക്കലി അഗ്രഷൻ കാണിക്കുന്ന സമയത്ത് ഷാനവാസ് അവനവൻ്റെ ഹെൽത്ത് നോക്കാതിരുന്നു എന്നുള്ളതിൻ്റെ നെറ്റ് എഫക്റ്റാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ ഷാനവാസ് അങ്ങനെ വീണു കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരേ ഒരാൾ മാത്രമാണ് ചെയ്യേണ്ട പോലെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ടതുപോലെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത് അനീഷ് മാത്രമാണ്. അങ്ങനെ വീണ് കിടക്കുന്ന ഷാനവാസിനോട് അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ഷാനവാസ് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നീ എണീക്ക് നമുക്ക് പോകാം, ഷാനവാസ് സമയം കളയരുത് എന്ന് അയാൾ ആവർത്തിച്ച് ഷാനവാസിനോട് പറയുന്നുണ്ട്. പക്ഷേ അനുമോളും നൂറയും ആദിലയും അവിടെ ചെയ്യുന്നത് ആ സിറ്റുവേഷനെ യൂസ് ചെയ്യാണ്. ഷാനവാസ് വീണ് കിടക്കുന്നു, ആ സിറ്റുവേഷനെ യൂസ് ചെയ്തുകൊണ്ട് പരമാവധി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി അവിടെ വന്ന് ഷാനവാസിൻ്റെ ദേഹത്ത് തൊടാൻ പോകുന്ന അക്ബറിനെയോ ആര്യനെയോ ഒക്കെ അനുമോൾ പറയുന്നത് ദേഹത്ത് തൊടണ്ട എന്നാണ്. അങ്ങേരെ പൊക്കി കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആരോഗ്യമുള്ള ആൾക്കാർ ആണ് ഈ പറയുന്ന അക്ബറും ആര്യനും ഒക്കെ. അവർ വന്ന് ഇയാളെ തൊടാൻ പോകുന്ന സമയത്ത് ദേഹത്ത് തൊടണ്ട, ഇത് എൻ്റെ കണ്ടൻറ്റാണ് എന്ന് പറയുന്ന ലാഘവത്തോടെ അവർ സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത്. അവർ ഒരു കാര്യവുമില്ലാതെ അത് ദേഷ്യപ്പെടേണ്ട ഒരു സമയമല്ല. എടാ വാടാ, നിങ്ങൾ പൊക്ക്, നമുക്ക് ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം എന്ന് പറയുന്ന സ്നേഹത്തോടെയുള്ള ഒരു സമീപനത്തിന് പകരം ഇവർ വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് ഇപ്പോൾ വെള്ളം കൊടുക്കരുതെന്ന്. അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ചില കണ്ടീഷൻ വെള്ളം ആദ്യമേ ഇത്രയൊന്നും കൊടുക്കാൻ പാടില്ല. എന്തായാലും അവർ ഒരുപാട് വെള്ളം കൊടുക്കുന്നു. അതിനുശേഷമുള്ള സംസാരത്തിലും അനുമോൾ ശ്രമിക്കുന്നത് പരമാവധി സ്ക്രീൻ സ്പേസ് കിട്ടാനാണ്. ഈ ഷാനവാസിനെ താങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അനുമോൾ നിൽക്കുന്നുണ്ട്. നമ്മളൊരാളെ താങ്ങിയെടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ അനുമോൾ മാത്രമേ ഉള്ളെങ്കിൽ അനുമോൾ ചെയ്തത് ഒരു നല്ല കാര്യം എന്ന് പറയാം. പക്ഷേ ഷാനവാസിൻ്റെ ബോഡി വളയുക തിരിയുക ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഷാനവാസിൻ്റെ സിമിലർ ഹൈറ്റുള്ള ഒരാൾ പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിളായി ഷാനവാസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മറ്റേ ശത്രുതയുടെ പേരിൽ മാറ്റി നിർത്തിച്ച് നമുക്ക് ഏറ്റവും നല്ല സഹായം കിട്ടുന്ന സമയത്ത് അത്രയും വേണ്ട ഇത്രയും മതി എന്ന് പറയുന്ന വാശി കാണിച്ച് ഈ സിറ്റുവേഷൻ ഏറ്റവും മോശമായി ഡീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ 3 പേരെയാണ്. പക്ഷേ കൺഫെഷൻ റൂമിൽ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരും തമ്മിലുണ്ടാവുന്ന വഴക്ക് വളരെ വളരെ ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരാളിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിത്തല്ലുകയാണോ ചെയ്യേണ്ടത്? ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത്? പരമാവധി ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തി കൊണ്ടുപോയി കൊല്ലുവോടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പിടിക്കാൻ വരുന്ന ആളെ തള്ളി മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ അനീഷിനെ കാണുമ്പോൾ അനീഷ് ബെഡ്റൂമിൽ പോയി ഷാനവാസിൻ്റെ മരുന്നുകളൊക്കെ എടുത്ത് നോക്കുകയാണ്. അവിടെ അടുക്കളയിൽ ആയിട്ടുള്ള പാലും മറ്റു കാര്യങ്ങളൊക്കെ അയാൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് അയാളെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അയാൾ അതിനുശേഷം വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ അനീഷിനെ കാണുമ്പോൾ അനീഷ് വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഷാനവാസൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നറിഞ്ഞ സമയത്തൊക്കെ ഈ പറയുന്ന അപ്സെറ്റ് നാടകം കളിച്ചിരുന്ന ആദിലയും നൂറയും അനുമോളും ഒക്കെ കിച്ചണിൽ ചെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്ന്. അവരങ്ങനെ ചെന്ന് കിച്ചൺ ടീമിനോട് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് ഒരു സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷേ ഫുഡ് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ടാസ്ക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എനിവേ അവരവിടെ പോയി ഭക്ഷണം വേണ്ടാന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചൂടെ എന്ന് വന്ന് ചോദിക്കുന്ന അനീഷിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ പറയുന്ന ഷോ കാണിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, നീയൊക്കെ ഇത്രയൊക്കെ ചെയ്തില്ലടാ എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും ശരിക്കും ആത്മാർത്ഥമായി ആ വിഷയത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള അനീഷ് ഈ നാടകങ്ങളൊന്നും കളിച്ചിട്ടില്ല. അയാൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നമുണ്ടായ സമയത്ത് അയാൾക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പ് നേടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, തിരിച്ചു വന്നതിന് ശേഷം അയാളുടെ മരുന്നും കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പറാണോ, എനിക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, സമാധാനപരമായി ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് നാടകം കളിയായിരുന്നു. എന്തായാലും അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അവർ പറയുന്നത് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം എന്നാണ്. അതെന്ത് തരം പ്രതിഷേധമാണ് എന്നെനിക്ക് മനസ്സിലായില്ല. അക്ബറും ആര്യനും എവിനും അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഷാനവാസ്ക ഹോസ്പിറ്റലിൽ രക്ഷപ്പെടുമോ? അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വിഷ്വൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലല്ല ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒബ്സർവേഷനിൽ തന്നെ ഇരുത്തുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഹോസ്പിറ്റലുകാർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇവിടെ ഈ നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം അവർ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുന്നു. അവർ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രം മാത്രമേ അവർ കഴുകുള്ളൂ എന്ന് പിന്നീട് ബഹളം വെക്കുന്നു. അക്ബറും നെവിനും ആര്യനും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതെല്ലാവർക്കും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് കഴിക്കണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യുന്ന പാത്രം അത് വെസൽ ടീം കഴുകേണ്ടതാണ്. പക്ഷേ അനുമോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. ഇവിടെ അനുമോൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നത് വെസൽ ടീമിൽ ഇപ്പം ഷാനവാസ്ക്കില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് വേറൊരാളുടെ കൂടി സഹായം വേണമെന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്റ്റന്മാർക്ക് അവരോട് പോയി ചോദിക്കാമായിരുന്നു നിങ്ങൾക്ക് ടീമിലേക്ക് പുതിയൊരാളുടെ ആവശ്യമുണ്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതിൻ്റെ
കോൺവെർസേഷൻസ് നടക്കുന്നില്ല. ഇവരൊക്കെ നാടകം കളിച്ച് മുന്നോട്ട് പോവാണ്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് നെവിന് ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസ് നിങ്ങൾക്ക് മടുക്കണില്ലേ ഇത്? നിങ്ങൾ എത്രാമത്തെ ലാസ്റ്റ് വാർണിംഗ് ആണ് കൊടുക്കുന്നത്? എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നത് ആരോഗ്യകരമായ സംവാദങ്ങൾ മാത്രം, അത് പറ്റാത്തവരെ വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 81ാമത്തെ ദിവസത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനിടയിൽ നടന്ന ആരോഗ്യകരമായ ഒരു സംവാദം പറയാമോ? ഒരെണ്ണം. ഈ 80 ദിവസത്തെ എപ്പിസോഡുകൾ എടുത്തു വെച്ചാൽ 80ൻ്റെ ഇരട്ടി ആരോഗ്യകരമല്ലാത്ത സംവാദങ്ങൾ അവിടെ നടന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ദിവസം സംസാരിച്ച ആളുകൾ, അതിൽ തന്നെ ഏറ്റവും വേഴ്സായ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെവിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ബിഗ് ബോസ് നെവിൻ എന്താണ്ട് ഫേവർ ചെയ്യുന്നു, നെവിനെ പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഈ ഒരു ആക്ടിന് മാത്രമല്ല, ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ പലതും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിട്ടുള്ളത് നെവിനോടായിരിക്കണം. കാരണം ഈ പറയുന്ന സദാചാര പ്രശ്നങ്ങളും മറ്റുമൊക്കെ വളരെ സീരിയസ് ആയി ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് നെവിനെതിരെ ഷാനവാസിൻ്റെയും ആദില നൂറമാരുടെയും ഒക്കെ ഉണ്ടായ ആ അറ്റാക്കിനെ എത്ര ഈസി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയുക്തമായ ശ്രമം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നോ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നോ നമ്മൾ കാര്യമായി കണ്ടിട്ടില്ല. അതുപോലെ ഇത്രയും ഫിസിക്കൽ അസോൾട്ടുകൾ, ഇപ്പോൾ നെവിനെതിരെ അനുമോൾ നടത്തിയിട്ടുള്ള പിച്ചലും മാന്തലും കടിക്കലും ഇടിക്കലും അടക്കമുള്ള കാര്യങ്ങളെ ബിഗ് ബോസ് തൃണവൽഗണിച്ചിട്ടിരിക്കുമ്പോൾ ഈ ഒരു കേസിൽ നെവിന് ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുന്നത് അത് നെവിനോടുള്ള നീതികേടല്ലേ? എത്ര തവണയായി ആവർത്തിച്ച് അയാൾക്കെതിരെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അയാൾ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നോട് പുറത്തു പോകാൻ പറഞ്ഞാൽ ഞാൻ പുറത്തു പോകാൻ റെഡി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. നമ്മളിവിടെ നെവിൻ തെറ്റ് ചെയ്തില്ല എന്നല്ല പറയുന്നത്. നെവിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊരിക്കലും പറയുന്നില്ല. നെവിൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉള്ളതുപോലെ നെവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരും ഇതേപോലെ കടുത്ത തെറ്റുകൾ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെയൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള മൃദു സമീപനം ഉണ്ടാവുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ തെറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ വളരെ മോശം ആക്ട്, മോശമായ ആളുകളെ ഡീൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നടപടികൾ എടുത്തു പോയിരുന്നെങ്കിൽ അനുമോളോ ആദിലയോ നൂറയോ ഷാനവാസോ ഒന്നും ഒരുപക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല ആക്ടുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഷാനവാസ് ആശുപത്രിയിൽ എത്തുന്നത് വരെയുള്ള ആക്ടുകൾ അവിടെ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ ശരി തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീതി തുല്യമായി ഡെലിവർ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ തുല്യമായ ആളുകൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന് നമ്മൾ അനീതി എന്നാണ് പറയുക. എന്തായാലും ഈ പറയുന്നൊരു വാർണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അനുമോൾ ആദില നൂറയൊക്കെ അവർ കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പം ഒരു നേരം പോലും വിശന്നിരിക്കാൻ മാത്രമുള്ള വിഷമമൊന്നും അവർക്ക് ഷാനവാസൊക്കെ പോയപ്പോൾ ഇല്ല. പക്ഷേ പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വേണ്ട എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ വർത്താനം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അടുക്കളയിൽ നിന്നുകൊണ്ട് ആദില അനുമോളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നൂറ കുക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവന്മാരൊക്കെ പേടിച്ച് പോയി, അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അറപ്പ് തോന്നി എന്നൊക്കെ. പക്ഷേ ഇതേ ആദിലയും നൂറയും അനുമോളും ഒക്കെ മാറിയിരുന്ന് ചിരിച്ച് കളിച്ച് കഥ പറയുന്നത് പിന്നീട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെ ഹോസ്പിറ്റൽ അപ്ഡേറ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അനൗൺസ് ചെയ്യുമ്പോഴേക്കും അയ്യോ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്ന ഇവരെയും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമുള്ള ടാസ്കിലും ഒക്കെയും ഇവർ ചിരിച്ച് കളിച്ച് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം വോട്ടിന് വേണ്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും ആത്മാർത്ഥമായി ഒരു ഇമോഷൻ ഉള്ളത് അതൊരു പക്ഷേ അനീഷിന് മാത്രമായിരിക്കാം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വരുന്ന സമയത്തും ആദിലയുടെ ചിരികളികൾ നമ്മൾ കാണുന്നു. എന്നാൽ ഷാനവാസ്കെ ഇത്രയും ഒരവസ്ഥയിൽ എത്തിച്ച ഇപ്പം നെവിനും ആര്യനും ഇവരെയൊക്കെയാണല്ലോ കുറ്റം പറയുന്നത്. നെവിനും ആര്യനും അക്ബറും ഒക്കെ പുറത്തു പോകുന്നവരെ ഞങ്ങൾ ടാസ്കിൽ പങ്കെടുക്കില്ല, ഇത് ഞങ്ങളുടെ സമരം എന്നുള്ള രീതിയിൽ സമരം ചെയ്യുന്നതോ അല്ലെങ്കിൽ ടാസ്കിൽ ഒപ്പം നിൽക്കാതെയുള്ള ഒരു പ്രതിഷേധങ്ങളോ ഇതൊന്നും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. ഞങ്ങൾക്ക് പോയിൻറ്റ്സ് വേണം, ഞങ്ങൾക്ക് വോട്ട് വേണം, ഷാനവാസ്കയുടെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് എക്സ്പ്രഷൻ ഇടാം, അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇനി അഥവാ ഷാനവാസ്ക അവിടെ തുടരാൻ ഇപ്പോൾ ഹെൽത്തിൻ്റെ ഒരു നല്ലതിന് ഏറ്റവും നല്ലത് ഗെയിമിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അദ്ദേഹം ഗെയിമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഷാനവാസ്കയുടെ കുറച്ച് വോട്ടുകളുണ്ടല്ലോ, ആ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നെ കിട്ടിയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ആര്യനെയും അക്ബറിനെയും നെവിനെയും കുറ്റക്കാരാക്കി തന്നെ ചിത്രീകരിച്ച് നിലനിർത്തുകയും ഷാനവാസ്കയുടെ അപ്ഡേറ്റ് വരുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് അവരുടെ ആവശ്യമാണ് എന്നവർക്കറിയാം. എന്തായാലും ആ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കോൺവെർസേഷനിലാണ് വീണ്ടും ഡബിൾ മീനിങ് ജോക്കുകളുമായി ആദില നൂറമാർ പ്രത്യക്ഷപ്പെടുന്നത്. ആര്യൻ അവിടെ ഇരിപ്പുണ്ട്. ഈ ടാസ്കിനിടയിൽ ആദില നൂറയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആര്യൻ്റെ ടാസ്കിനെ തടസ്സപ്പെടുത്തുന്ന ആദിലയെ നമുക്ക് കാണാൻ പറ്റും. അവിടെ വേറെ ആരും ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല. ആ കിട്ടിയ അഡ്വാൻറ്റേജിലാണ് നൂറയും ആര്യനും തമ്മിലുള്ള പോയിന്റ്സ് ടേബിളിലെ അന്തരം വളരെ കുറഞ്ഞത്. അല്ലെങ്കിൽ ആര്യൻ കുറേയും കൂടി നേരത്തെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്ലാസ്മ ടിവിയുടെ മുന്നിലിരിക്കുന്ന സമയത്താണ് ആദില ചോദിക്കുന്നത് പാല് വേണോ ആര്യ, കുറച്ച് സെറിലാക്ക് തരട്ടെ എന്നൊക്കെയാണ്.
ആ ചോദ്യങ്ങൾ അത് എന്തർത്ഥം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മളും ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ അരി ഭക്ഷണമൊക്കെ കഴിക്കുന്നതല്ലേ. എന്തായാലും ആ ചോദ്യം കേട്ട് മിണ്ടാതിരിക്കേണ്ട ഒരാവശ്യവും ആര്യനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡബിൾ മീനിങ് ജോക്കുകൾ കൊണ്ട് ആര്യനെയും നെവിനെയും അക്ബറിനെയും ഒക്കെ ആദിലയും നൂറയും തളർത്താൻ ശ്രമിക്കുന്ന സമയത്ത് തിരിച്ചും ഡബിൾ മീനിങ് പറയാൻ അറിയാത്ത ആളുകളായിരിക്കില്ല നെവിനും ആര്യനും അക്ബറും ഒക്കെ. പക്ഷേ അങ്ങനൊരു ഇവർക്കെതിരെയുള്ളൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇവരെ ബാധിക്കും. ആരാണോ ആ നീക്കം നടത്തുന്നത് അവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ലക്ഷ്മിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ലക്ഷ്മി ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ പറഞ്ഞ കാര്യമാണ് ലക്ഷ്മിയുടെ ഇമേജിനെ ഏറ്റവും മോശമായി അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ശരിക്കും ലക്ഷ്മി വന്നു പോയതുകൊണ്ട് ഉപകാരം ഉണ്ടായത് രണ്ടു പേർക്കാണ്, ആദിലയ്ക്കും നൂറയ്ക്കും അതുപോലെ തന്നെ ഒന്നീലിനും. ഈ പറയുന്ന ലക്ഷ്മിയുടെ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് 1-2 ആഴ്ചയെങ്കിലും എക്സ്ട്രാ നിൽക്കാൻ പറ്റിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ആദിലയും നൂറയും ഒരു സമയത്ത് ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിനെ തുടർന്നുള്ള അവരുടെ സങ്കട പ്രകടനങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ചധികം ആഴ്ചകൾ തള്ളി നീക്കിയിട്ടുള്ളത് തന്നെ. അന്ന് ലക്ഷ്മി ചെയ്ത ആ മിസ്റ്റേക്ക് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളൊരു ഡിസ്കഷൻ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദിലയും നൂറയും കടന്നാക്രമിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ആര്യനും അക്ബറും നെവിനും ഒന്നും ഇതുവരെ കടന്നിട്ടില്ലാത്തത്. ആദിലയും നൂറയും അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചു പറയാന്നുള്ളതല്ലാതെ അതും ഒരു ലെവൽ വെച്ച് മാത്രം തിരിച്ചു പറയാമെന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. പാല് വേണോ ആര്യ എന്നൊക്കെ ആദില ചോദിക്കുമ്പോൾ അങ്ങനെയാണോ, എന്നാൽ നിങ്ങൾ കുറച്ച് പാല് തന്നേ എന്ന് ആര്യൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ പ്ലേറ്റ് മറിക്കുകയാണ്. അവിടെ അവർ സ്ത്രീ കാർഡ് എടുത്തിടുകയാണ്. ഞങ്ങളോട് ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ള രീതിയിൽ പിന്നീടും ആര്യനെ അവർ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആര്യൻ അവിടെ എന്താ ചെയ്തത്, ഇങ്ങോട്ട് ഡബിൾ മീനിങ് പറഞ്ഞു, അതിന് അയാൾ തിരിച്ച് മറുപടി കൊടുത്തു. നീ ഏത് പാലാണ് ചോദിച്ചത്? ആര്യൻ പറഞ്ഞു ഫ്രിഡ്ജിൽ പശുവിൻ്റെ പാലുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ആദിലയും നൂറയും പറഞ്ഞത് ഡബിൾ മീനിങ് അല്ലെങ്കിൽ ആര്യൻ പറഞ്ഞത് ഡബിൾ മീനിങ് അല്ല. ആദിലയും നൂറയും പറഞ്ഞത് അല്ലെങ്കിൽ അനുമോള് പറഞ്ഞത് ഡബിൾ മീനിങ് ആണെങ്കിൽ ആര്യൻ പറഞ്ഞത് ഡബിൾ മീനിങ് ആണ്. ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റാണ്. പക്ഷേ ആ തെറ്റിന് കാരണമായ മറ്റൊരു തെറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യാണ്. ഈ ഡബിൾ മീനിങ് പറഞ്ഞിട്ടുള്ള നൂറ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അത് വീണ്ടും ആര്യനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. ആര്യനെക്കുറിച്ച് അനുമോള് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ കുളിസീൻ കാണുന്നതും 28 കെട്ട് കാണുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞ ഡയലോഗ് നമുക്കൊരു സൈഡിൽ വെക്കാം. നൂറ ഇതിന് മുമ്പ് അണ്ടിയില്ലാത്ത മാങ്ങ എന്നൊക്കെയുള്ള രീതിയിൽ ആര്യനോട് സംസാരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെ ഒരു തമാശ രൂപേണയൊക്കെയാണ് ആ സമയത്ത് ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ആര്യൻ തിരിച്ച് നീ ഏതണ്ടിയാണ് ഉദ്ദേശിച്ചത്, ഏതണ്ടിയില്ലാത്ത മാങ്ങയാണ് ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചിരുന്നെങ്കിൽ അവരത് ഡബിൾ മീനിങ് ആര്യൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ചേനെ. കാരണം ഇവിടെ അവർക്ക് ഡബിൾ മീനിങ് പറയാം, അല്ലെങ്കിൽ ഡബിൾ മീനിങ് കൊടുക്കുന്ന ഏത് കാര്യവും സംസാരിക്കാം, എത്ര വൃത്തികേടും പറയാം. പക്ഷേ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് ഡബിൾ മീനിങ് പറഞ്ഞു, പെൺകുട്ടികളോട് നിങ്ങളിത് കാണിക്കാമോ എന്ന് പറയുന്ന അതേ കാടറക്കലാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷമാണ് ഈ സീസണിലെ ഏറ്റവും മോശം അല്ലെങ്കിൽ വൺ ഓഫ് ദി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കൂട്ടത്തിൽ ഏറ്റവും മോശം കോൺവെർസേഷനുകളിൽ ഒന്ന് സംഭവിക്കുന്നത്. അങ്ങനെയാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും കൂടി ഡിസ്കസ് ചെയ്യാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ടാസ്കിനിടയിൽ നൂറയുടെ ഡ്രസ്സ് വയറിൻ്റെ ഭാഗം കുറച്ച് പൊങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ അത് നോക്കി എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ നൂറ ആ സമയത്ത് ആര്യനെ നോക്കി ഒരു എക്സ്പ്രഷൻ കൊടുക്കുകയും ആര്യൻ സോറി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു തരത്തിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി നോക്കി. ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പോലും കാണാൻ പറ്റിയിട്ടില്ല. അത് ക്ലിപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ടല്ല, അത്രയധികം മോശം അലിഗേഷൻസ് ആൺകുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളൊരു സീസണാണിത്. ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് നേരെ ഉന്നയിക്കുന്നത് നമ്മൾ വേറെ ഒരു സീസണിലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും മോശം അലിഗേഷൻസ്. അപ്പോൾ ആരിനെതിരെ നൂറ പറയുന്ന ഈ കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അതിനുവേണ്ടി കയറി ചെക്ക് ചെയ്തു, കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അയച്ചു തന്നാൽ കാണാമായിരുന്നു. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ. എന്തായാലും ഈ വിഷയം ആദില അനുമോളെ കൂട്ടി അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നൂറ ആ സമയത്ത് പ്രതികരിച്ചത് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആദില പറയുന്നത് മോളതൊക്കെ കണ്ട് മോൾ എന്ത് ചെയ്യായിരുന്നു, മോളെ എൻജോയ് ചെയ്താ എന്നുള്ള ചോദ്യമാണ് ആദില ചോദിക്കുന്നത്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ആദില നൂറ ഇവർ ആദ്യം സീസണിൽ വന്ന സമയത്തുണ്ടായ പല വീഡിയോ ക്ലിപ്പുകൾ എടുത്തു വെച്ച് ആദിലയെ പോലെ ഒരു പാർട്ട്ണർ വേണമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട ഒരുപാട് പെൺകുട്ടികളെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആദിലയുടെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ടോക്സിക്കായ, ഇത്രയും റിഗ്രസീവായ ഒരു പാർട്ട്ണറെ നമുക്ക് കിട്ടുകയില്ല. ഈ അടുത്ത കാലത്തൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് അതുപോലെ ഒരാളെ കിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ അനുമോൾ അവിടെ ആദിലോട് പറയുന്ന ഡയലോഗ് എടുത്ത് നോക്കിയാൽ മതി. നീ ഈ സമയത്ത് അവൾ നിന്നോട് വന്ന് ഇങ്ങനെ ഒരു കാര്യം ഓപ്പണായി പറയുമ്പോൾ നീ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ നാളെ ഇനി ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അവൾ നിന്നോട് വന്ന് പറയില്ല എന്നുള്ളത്. അനുമോൾ അവിടെ ഏറ്റവും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഇത്രയും സദാചാരം പറയുന്ന അനുമോൾക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാം. പക്ഷേ ആദിൽ അതിനെ ഡീൽ ചെയ്യുന്നത് അതിനൊരു പൊസസീവ് എന്നല്ല പറയാം, അതിനെ സ്ലട്ട് ഷെയിം ചെയ്യാമെന്നാണ് പറയാം. തൻ്റെ പാർട്ട്ണറോട് ചോദിക്കുകയാണ് അവൻ നിൻ്റെ വയറ്റിലേക്ക് നോക്കി നിന്നത് നീ എൻജോയ് ചെയ്തോ എന്നുള്ളത്.
എത്ര മാത്രം മോശമായിട്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിൾസാണ്. ആദിലയ്ക്ക് അറിയില്ലേ നൂറ ലെസ്ബിയനാണ്, നൂറയെ ഒരു പുരുഷൻ നോക്കി വെള്ളം ഇറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നൂറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളത് ഇത് ആദിലയ്ക്ക് അറിയില്ലേ? ഇവർക്ക് ഇതിനെക്കുറിച്ചൊട്ട് ഉറപ്പില്ലേ? ആൻഡ് ഇതിനെക്കുറിച്ച് നൂറ പറയുന്നത് ഡബിൾ മീനിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ, അതായത് പാല് വേണോ ആര്യാന്ന് ആദിൽ ചോദിക്കുകയും എന്നാൽ നിങ്ങൾ കുറച്ച് പാല് താന്ന് ആര്യൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ, ആ ഡബിൾ മീനിങ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഇൻസിഡൻറ്റ് ഓർമ്മ വന്നത് എന്നുള്ളതാണ്. അനുമോൾ ആശ്വസിപ്പിക്കുമ്പോൾ ആദില പറയുന്നത് അവനല്ല, അവൾ റിയാക്ട് ചെയ്തതാണ് എൻ്റെ പ്രശ്നം. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തൻ്റെ പാർട്ട്ണറോട് ചോദിക്കാവുന്ന ഏറ്റവും മോശം ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ക്യാരക്ടറിനെ മോശമാക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആദിലെ നമ്മൾ കാണുമ്പോൾ അവർ ആ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തന്നെ ഒരു അറപ്പ് തോന്നുകയെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്ത് ചോദ്യമൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്? പക്ഷേ അനുമോൾ പോയി കഴിഞ്ഞപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു രമ്യതയിലേക്ക് എത്തുന്നത് പോലെ ഒരു ടോക്കിലേക്ക് അത് മാറുന്നുണ്ട്. പക്ഷെ അനുമോൾ പോയി കഴിഞ്ഞപ്പോൾ നൂറ ഒരു പരിപാടിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചു. അനുമോൾ ബോളിൻ്റെ ഡബിൾ മീനിങ് പറഞ്ഞതുപോലെ അവൻ ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അനുമോളെ ബ്ലെയിം ചെയ്യുകയാണ് അവിടെ. അനുമോൾ അത്രയും നേരം ഇവരുടെ വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അനുമോൾ ഇരുന്നപ്പോൾ അത് പറഞ്ഞിട്ടില്ല. നീ ഡബിൾ മീനിങ് പറഞ്ഞ പോലെ അവൻ ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അനുമോൾ പോയി കഴിഞ്ഞപ്പോൾ ക്യാമറ ഇവിടെ നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ അനുമോളെ കുറ്റം പറഞ്ഞ് അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു. എന്ന് വെച്ചാൽ അത്രയും കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അവരുടെ സംസാരം തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അനുമോൾ നമ്മൾ അപ്രതീക്ഷിതം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ നല്ല രീതിക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്തു. അപ്പോൾ അനുമോൾക്ക് നന്നായും കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ അറിയാം. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളാണ്, അല്ലെങ്കിൽ ആദില പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളെല്ലാം ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുതേ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് വരെ ചീത്തയാകാവുന്ന രീതിയിൽ ഉള്ള കോൺവെർസേഷൻസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വളരെ റിഗ്രസീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മളവിടെ കാണുന്നത്. അതിനൊരു വ്യക്തിയായി കാണുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവരുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുക, അവരുടെ സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ഒരിക്കലും അനുകരിക്കാനാവാത്ത ഒരു ക്യാരക്ടറിൻ്റെ മാതൃകയാണ് ആദില അവിടെ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് അനുമോൾ പാത്രം കഴുകില്ല എന്ന് പറയുന്ന പരിപാടിയാണ്. അവർ 3 പേരും കൂടി, അനുമോൾ, ആദില, നൂറ, അവർ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ അവർ കഴുകുള്ളൂ. ബാക്കി ടീം എടുത്തിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകില്ല എന്ന് പറയുന്നൊരു വാശി വെക്കുന്നുണ്ട്. ആ വാശിയെ തുടർന്ന് അനുമോൾ പറയുന്ന 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ലാലേട്ടൻ വന്നിട്ട് പറയാം എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും വേണ്ടില്ല. ഇത് അനുമോൾ പറയുന്നത് 2ാമത്തെയോ 3ാമത്തെയോ ഒക്കെ തവണയാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ വന്ന് എന്നെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ പാത്രം കഴുകില്ല, അതും ലാലേട്ടൻ വന്ന് ഇറക്കി വിട്ടാലും. ഇവർക്ക് അത്രയും ഒരു ധൈര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ലാലേട്ടന് കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത് എനിക്ക് സങ്കടമുണ്ട്. ഈ വീക്കെൻഡ് ലാലേട്ടൻ ഇവരുടെ മുമ്പിൽ വന്ന് ചിരിച്ചിട്ട് എല്ലാം നന്നായി വരട്ടെ, നന്നായി കളിക്കാമെന്ന് പറയുന്ന ഉപദേശം കൊടുത്തിട്ട് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ ലാലേട്ടൻ്റെ വിധിയല്ല, എന്താ പറയുക. എന്തായാലും ഷാനവാസ് സുഖം പ്രാപിക്കട്ടെ, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയിലേക്ക് വരട്ടെ. ഗെയിമിലേക്ക് വരുന്നത് സ്റ്റിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന, ഇത്രയും ആരോഗ്യാവസ്ഥകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത്, അതും അയാൾക്കൊപ്പമുള്ള അനീഷ് ഒഴികെയുള്ള വേറെ ആരും തന്നെ അദ്ദേഹത്തിനോട് യാതൊരു എമ്പതിയും കാണിക്കുന്നില്ല എന്നുള്ളത് ബിഗ് ബോസിനടക്കം മനസ്സിലാക്കിയതിന് ശേഷവും അയാൾ ഈ ഗെയിമിലേക്ക് ഇറക്കി വിടുക എന്ന് പറയുന്നത് അയാളോട് കാണിക്കുന്ന ദ്രോഹമാണ്, അയാളുടെ കുടുംബത്തോട് കാണിക്കുന്ന ദ്രോഹമാണ്. ഷാനവാസിൻ്റെ മുഖഭാവങ്ങൾ ഓരോ സമയത്തും എന്ന് വെച്ചാൽ അയാൾ വീഴുമ്പോഴല്ല, അതിനു മുമ്പ് പല ടാസ്കിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോഴും ഗെയിമിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനൊക്കെ ആ മുഖം കാണുമ്പോൾ എന്ത് സങ്കടം ഉണ്ടാവും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഈ ഗെയിമിന് ഏറ്റവും അനുയോജ്യമായ സ്റ്റേജിലാണെന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ തിരിച്ച് ഗെയിമിലേക്ക് ഇറക്കി വിടാവൂ എന്നുള്ള കാര്യം അതൊരു റിക്വസ്റ്റാണ്. പിന്നെ ഈ ഇൻസിഡൻസിനെ മുൻനിർത്തിക്കൊണ്ട് ഷാനവാസിൻ്റെ ഫാൻസിന് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ PR-ന് കുറച്ചും കൂടി ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ശരിക്കും ഷാനവാസിനൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ നോക്കുന്നതെന്ന്. അനുമോൾ PR-നെ കുറിച്ച് നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. ആര് വീണാലും വോട്ട് ഞങ്ങൾക്ക് കിട്ടണം, ബാക്കിയുള്ളവരെയൊക്കെ മോശക്കാരാക്കി ചിത്രീകരിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ദിവസം നമ്മൾ ആലോചിച്ചിട്ടില്ലാതിരുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ യഥാർത്ഥ കട്ടപ്പ എന്ന് നമുക്ക് പറയാവുന്ന അത്രയും ഭീകരമായ ഒരു ഗെയിം പ്ലേ, ഒരു പക്ഷേ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു ഗെയിം പ്ലേ, അതിനെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. അത് നമ്മൾ നാളെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യും. ഒരു പക്ഷേ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതുവരെയുള്ള ഗെയിമിനെ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണാൻ പറ്റും. ആക്ച്വലി ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളും ആലോചിച്ചു എന്തല്ലേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ നാളെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. പിന്നെ നമ്മുടെ
നെവിനോടുള്ള ഇഷ്ടത്തിന് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾ അവിടെ മാരകമായ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ എന്നുള്ള ഒരു ധാരണ നമുക്കുള്ളതുകൊണ്ടും നമ്മൾ സംസാരിക്കുന്നത് ശരി തെറ്റുകളെക്കുറിച്ചല്ല, തെറ്റുകളിൽ തന്നെ വലിയ തെറ്റും ചെറിയ തെറ്റും എന്നുള്ളൊരു രീതിയിലാണ് എന്നുള്ള കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടും നെവിനോടുള്ള ഇഷ്ടം അവിടെ അങ്ങനെ തന്നെയുണ്ട്.